നമസ്കാരം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിരന്തരം അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ BMS കർമ്മചാരി സംഘം പ്രസിഡന്റായ ബബിലു ശങ്കറിനെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തത് തെളിവുകൾ എല്ലാം എതിരായ സാഹചര്യത്തിൽ. മുൻപ് പലപ്പോഴും ബബിലുവിനെതിരെ പരാതി വരുമ്പോഴും നടപടികളെടുക്കാൻ പോലീസ് മടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് നടപടികളിലേക്ക് കടക്കുകയാണ്. ശബരിമലയ്ക്കൊപ്പം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഈ കേസും ചർച്ചകളിൽ നിറയുകയാണ്. മതവിഭാഗത്തെ അപമാനിച്ചതിനും ക്ഷേത്രത്തെ നിരന്തരം അപകീർത്തിപ്പെടുത്തിയതിനും ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 298, 299 വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ B. മഹേഷിന്റെ പരാതിയിലാണ് നടപടി. തുടർ നടപടിക്കായി കേസ് സൈബർ പോലീസിന് കൈമാറി. ക്ഷേത്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്ന ബബിലു ശങ്കറിനെ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിനും പെരുമാറ്റ ദൂഷ്യത്തിനും മാർച്ചിൽ പിരിച്ചുവിട്ടിരുന്നു. ഇതിനുശേഷം ക്ഷേത്രത്തിനെതിരെ ഇയാൾ നിരന്തരം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചരണം നടത്തുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ജീവനക്കാരെന്ന ഫോണിൽ വിളിച്ചു വരുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയായിരുന്നു. 2016 മോഹൻകുമാർ എന്നയാളെ തൈക്കാട് വെച്ച് ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം മോഹൻകുമാർ ആത്മഹത്യ ചെയ്തു. എക്സിക്യൂട്ടീവ് ഓഫീസറെ BMS നേതാവ് ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ് 2024 എടുത്തിരുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ കയറിയായിരുന്നു അന്ന് ഭീഷണി. പോലീസ് FIR ഇട്ടു. ക്ഷേത്രവിശുദ്ധിക്ക് നിരക്കാത്ത പലതും നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് FIR. ഈ മാസം 6 ഭീഷണി. പല വിചിത്രമായ സംഭവങ്ങളും ആ പോലീസ് FIR-ൽ ഉണ്ടായിരുന്നു. ആനന്ദും 5 പേരും അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തി. ബബിലുവിനെതിരെ നീങ്ങിയാൽ നിന്റെ വീട്ടിൽ കയറി കാലും കൈയും അടിച്ചൊടിക്കുമെന്നായിരുന്നു ഭീഷണി. ഇതിനൊപ്പം കരമന ജയന്റെ കാലും അടിച്ചൊടിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായി FIR-ൽ പറയുന്നുണ്ട്. ആനന്ദ് എന്നാണ് FIR പ്രകാരം 1-ാം പ്രതിയുടെ പേര്. അന്ന് BMS-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ആനന്ദ്. ക്ഷേത്ര ജീവനക്കാരനല്ല ആനന്ദ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ജീവനക്കാരനായിരുന്നു അന്ന് ബബിലു ശങ്കർ. ഇയാൾക്ക് വേണ്ടിയാണ് ആനന്ദിന്റെ ഭീഷണി. RSS നിയന്ത്രണത്തിലുള്ള സംഘടനയാണ് BMS. RSS-ലൂടെ വളർന്ന് BJP-യുടെ സംസ്ഥാന സെക്രട്ടറിയായ നേതാവാണ് കരമന ജയൻ. കരമന ജയൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയാണ്. പ്രധാനമന്ത്രി മോദിയുടെ പ്രതിനിധി. അതായത് ബബിലു ശങ്കറിന് വേണ്ടി പരിവാർ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള കരമന ജയന്റെ കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു BMS നേതാവ് എന്നാണ് ആരോപണം. അന്ന് ബബിലു ശങ്കർ കുറച്ചു കാലമായി ജോലിക്ക് കയറിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിലും ഉണ്ടായിരുന്നു. പിന്നീടാണ് പിരിച്ചുവിടുന്നത്. അച്ഛൻ മരിച്ചതിനെ തുടർന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ജോലി കിട്ടിയ വ്യക്തിയാണ് ബബിലു ശങ്കർ. ക്ലർക്കായിട്ടാണ് ജോലി ലഭിച്ചത്. എന്നാൽ PRO ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് ബബിലുവിന്റെ നിലപാട്. ഇതിനുവേണ്ടിയാണ് കോടതിയെ സമീപിച്ചത്. പക്ഷെ അതൊന്നും ഗുണകരമായി മാറിയില്ല. പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് ചിക്കൻ ബിരിയാണി സൽക്കാരം നടത്തിയ സംഭവത്തിലടക്കം ഈ പേര് ചർച്ചകളിലെത്തിയിരുന്നു.